നമസ്കാരം സർ. നമുക്കറിയാം മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. അതിലൊരാൾക്ക് വയ്യാതിരിക്കുമ്പോൾ മറ്റൊരാൾ പ്രാർത്ഥന നടത്തുന്നു. അതിൽ വലിയ തെറ്റോ അല്ലെങ്കിൽ അതിലും ഒരു മതം കലർത്തുക എന്നൊന്നും പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആരും അങ്ങനെ പൊതുവെ ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുവോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടത്താണ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്, മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചത് കൊണ്ട് മമ്മൂട്ടിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല എന്ന്. വിരോധാഭാസം എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന ഒരു പ്രസ്താവന. ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതിനെ നമ്മൾ വിരോധാഭാസം ഒന്നും വിളിക്കരുത്. അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നീതുവിന്റെ കൈവെട്ടാനോ നാക്ക് വെട്ടാനോ ഒക്കെ ആള് വരും. കാരണം ഇത് വലിയൊരു വിശ്വാസത്തിന്റെ പ്രശ്നം. അതായത് ഇത് പറഞ്ഞയാള് നിസ്സാരക്കാരനല്ല. ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ആളാണ് പറഞ്ഞതെങ്കിൽ, പണ്ഡിതനല്ലാത്ത ഒരാളാണ് പറഞ്ഞതെങ്കിൽ പോട്ടെ എന്ന് വെക്കാറുണ്ട്. ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആള് ഒരു വലിയ പണ്ഡിതനാണ്, ധാരാളം പ്രായമുള്ള ആളാണ്, പത്രപ്രവർത്തകനാണ്, ബുദ്ധിജീവിയാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഏതാണ്ട് ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെന്ന് പറയാവുന്ന പോലെ എല്ലാ വിശേഷണവും ഉള്ള ആളാണ്. അത്ര മഹാപണ്ഡിതനാണ്. അബ്ദുള്ളയേക്കാൾ വലിയൊരു പണ്ഡിതൻ കേരളത്തില് ഇസ്ലാമിനകത്ത് ജീവിച്ചിരിപ്പില്ല. അപ്പൊ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിലെ ഇന്ന് അറിയപ്പെടുന്ന, ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് അബ്ദുള്ള. അപ്പൊ ആ അബ്ദുള്ള പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. അദ്ദേഹത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്, സ്വർഗത്തിലേക്കുള്ള മമ്മൂട്ടിയുടെ വഴി മോഹൻലാൽ തടഞ്ഞിരിക്കുന്നു. എങ്ങനെയാ തടഞ്ഞത്? ശബരിമലയിൽ പോയി വഴിപാട് കഴിച്ചു. അത് ഇസ്ലാമിന് ഹറാമാണ്. അപ്പം മമ്മൂട്ടി ഒരു ഇസ്ലാമാണ്. അപ്പൊ മുസ്ലിം ആയിട്ടുള്ള മമ്മൂട്ടി, സ്വർഗത്തിൽ പോകേണ്ട മമ്മൂട്ടി, ഈ ശബരിമലയിലെ വഴിപാടോടുകൂടി സ്വർഗത്തിലേക്കുള്ള വഴി അടഞ്ഞുപോയി. അത് മോഹൻലാൽ അടച്ചു. അത് മഹാ അപരാധമാണ്, തെറ്റാണ് എന്നാണ് മഹാപണ്ഡിതനായിട്ടുള്ള ഈ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ അദ്ദേഹത്തെ അബ്ദുള്ളയ്ക്ക് പകരം സീറോ അബ്ദുള്ള എന്നൊക്കെ വിളിക്കും. അതിപ്പോ വിവരമില്ലാഞ്ഞിട്ടാണ്. കാരണം ഇത്രയും വിവരമുള്ള ഒരാള് ലോകത്തിന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഈ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് തൻ്റെ ഇസ്ലാം സുഹൃത്തിന് ഒരു നന്മയുണ്ടാവണം, രോഗം ഭേദമാകണം എന്ന് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വർഗമാണ് ഇസ്ലാമിലുള്ളത് എന്ന് അബ്ദുള്ള പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചത് അബ്ദുള്ളയല്ല. അബ്ദുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു. അദ്ദേഹം 1% തെറ്റുകാരനല്ല. തെറ്റ് പറ്റുന്ന എവിടെയാണ്? ഇതുപോലെ ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഒരു നിലപാട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തില് എന്തുമാത്രം ചർച്ചകൾ ഉണ്ടാകുമായിരുന്നു, എന്തുമാത്രം പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമായിരുന്നു. നൂറുകണക്കിന് സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികൾ പ്രതിഷേധിക്കുമായിരുന്നു. എന്തെല്ലാം പ്രക്ഷോഭങ്ങളിലേക്ക് അത് വഴിമാറുമായിരുന്നു. പറഞ്ഞത് അബ്ദുള്ള ആയതുകൊണ്ട് ആർക്കും മിണ്ടാൻ ധൈര്യമില്ല, എല്ലാവർക്കും പേടിയാണ്. കാരണം പറഞ്ഞത് അബ്ദുള്ളയാണ്. അപ്പൊ അബ്ദുള്ളയെ പോലെയുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്തെങ്കിലും വിവരക്കേടോ വിഡ്ഢിത്തരമോ വിളിച്ചു പറഞ്ഞാൽ മിണ്ടാതെ അനങ്ങാതെ അത് അനുസരിച്ചു കൊള്ളുക. ഇത് കേരളത്തിന്റെ ഒരു പൊതുബോധമായി പൊതുസമൂഹം അംഗീകരിച്ചു പോയെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ദുര്യോഗമാണ്. കാരണം ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണെന്നുള്ളത് അവർക്ക് മാത്രമല്ല ലോകത്തിനും അറിയാവുന്നു. അപ്പൊ തൻ്റെ ആത്മമിത്രമായിട്ടുള്ള മമ്മൂട്ടി ഒരേ സമയത്ത് തന്നെ സിനിമയിൽ വന്ന് ഇന്നും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളായി അവർ രണ്ടുപേര് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി ആരും. അവരിപ്പോഴും അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ അടുത്ത സഹപ്രവർത്തകന് ഉണ്ടാവുന്ന ഒരു അസുഖത്തിന് താൻ എന്താ ചെയ്യുക? മോഹൻലാൽ ഡോക്ടറല്ല, ഡോക്ടറാണെങ്കിൽ ചികിത്സിക്കായിരുന്നു. മോഹൻലാൽ പണം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് പണത്തിന്റെ ഒരു കുറവുമില്ല. അതുകൊണ്ട് പണം കൊടുത്ത് സഹായിക്കേണ്ട കാര്യവുമില്ല. പിന്നെ ആകെ ചെയ്യാവുന്ന എന്താണ്? ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പൊ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ വിശ്വാസമുള്ളിടത്തല്ലേ മോഹൻലാലിന് പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇനി അതല്ല, മോഹൻലാൽ ഒരു മുസ്ലിം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചേക്കാന്ന് വെച്ചാൽ മോഹൻലാലിനെ പള്ളി കയറ്റുമോ? അല്ലെങ്കിൽ ഈ അബ്ദുള്ളയോട് ഞാൻ ചോദിക്കുകയാണ്, മോഹൻലാലിനെ പള്ളി കയറ്റാവോ? അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചേനെ. അപ്പം മുസ്ലിം അല്ലാത്ത മോഹൻലാലിനെ പള്ളി കയറ്റാത്തത് കൊണ്ട് മോഹൻലാലിന് പിന്നെ അമ്പലത്തിലല്ലാതെ പോകാൻ പറ്റില്ല. അപ്പൊ അതും നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിവിടുമ്പോൾ ഒ അബ്ദുള്ളമാർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക നായകന്മാരും ഇവിടുത്തെ പൊതുമാധ്യമങ്ങളും ഈ ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നത് ഒട്ടുമേ ശരിയല്ല. അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. ഇതിപ്പോ ഒരു ടെസ്റ്റ് ഡോസാണ്. ഒ അബ്ദുള്ളയുടെ ഈ നിലപാട് ടെസ്റ്റ് ഡോസാണ്. അപ്പോൾ കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം അത് അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇനി ആയിരം ഒ അബ്ദുള്ളമാര് വരും. നാളെ ഇതുപോലെയുള്ള ഓരോ നടപടിക്രമങ്ങൾ വരും. അതിനൊക്കെ ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും അടക്കമുള്ളവര് എറാൻമൂളികളായിട്ട് നിന്നുകൊടുക്കും. പോലീസിന് ഒ അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്യണ്ടല്ലോ. എന്താ പോലീസ് ഒ അബ്ദുള്ളയെ പൊക്കാത്ത? PC ജോർജിനെയാണെ പൊക്കുമല്ലോ. PC ജോർജിനെ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ PC ജോർജ് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. പോലീസുണ്ട്, കോടതിയുണ്ട്, ജയിലുണ്ട്, എല്ലാം ഉണ്ട്. ഒ അബ്ദുള്ള പറഞ്ഞാൽ പോലീസ് ഇല്ല, കോടതിയില്ല, ജയിലും ഇല്ല, നിയമവും ഇല്ല. അപ്പോൾ ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. സാർ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസങ്ങൾക്ക് മുൻപ് എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിൽ പോകുന്ന കൂട്ടത്തിൽ ചെന്നൈയിൽ വെച്ചോ മറ്റോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പൃഥ്വിരാജ് മറുപടി പറയുകയുണ്ടായി. മമ്മൂട്ടിയുടെ വീട്ടില് ചില നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങള് മമ്മൂട്ടിയുടെ ആ വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളെല്ലാം പാലിക്കണം. ആ നിയമങ്ങളെല്ലാം മാറുന്നത് ആ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോഴാണ്. മോഹൻലാൽ വരുമ്പോഴാണ് ആ നിയമങ്ങളൊക്കെ മാറുന്നത്. അപ്പം അവര് തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ആണെന്ന് മൂന്നാമതൊരാളുടെ പ്രസ്താവനയിലൂടെ, അവരെ നന്നായിട്ട് അറിയുന്ന മറ്റൊരാളുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഇടത്തേക്കാണ് ഈ ഒ അബ്ദുള്ളമാർ ഇത്തരം കുത്തിത്തിരിപ്പ് എന്ന് പറയാവോ, ആ വേർഡ് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ വരുന്നത്. കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിയായല്ല, വിഷപ്രയോഗം എന്നാണ് പറയുന്നത്. അവിടെ വിഷം കലക്കുക ചെയ്തത്. പക്ഷെ അത് ആ വിഷം ഞങ്ങളുടെ മതത്തിൽ ഞങ്ങളുടെ അമൃതാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ നമ്മൾ തോറ്റുപോവുകയുള്ളൂ. ഏതായാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇതുവരെ മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു മതേതരത്വമാണ് ഇത്, അല്ലെങ്കിൽ മതമാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ മതഭീകരവാദം തന്നെയാണ്. അപ്പോൾ ആ ഭീകരവാദത്തിന്റെ കരുത്ത് എത്ര വലുതാണ്. ഒ അബ്ദുള്ള ഇത് പറയുമ്പോൾ ഇവിടുത്തെ LDFന് പ്രതികരണമില്ല, UDFന് പ്രതികരണമില്ല, പ്രധാന മാധ്യമങ്ങൾക്ക് പ്രതികരണമില്ല, ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികൾക്ക് പ്രതികരണമില്ല, പോലീസിന് പ്രതികരണമില്ല, കോടതിക്ക് പ്രതികരണമില്ല. അപ്പോൾ പറയുന്നത് മുസ്ലിം ആണെങ്കിൽ ആരും മിണ്ടരുത്, പറയുന്നത് ഹിന്ദു ആണെങ്കിൽ, പറയുന്നത് ക്രിസ്ത്യാനിയാണെങ്കിൽ കോടതിയും പോലീസും എല്ലാവരും ചാടി വീഴാൻ ആൾക്കാരും എല്ലാം ഉണ്ട്. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഇസ്ലാമിക ഭീകരവാദത്തിന് അടിമപ്പെടുത്തിയതിന് തുല്യമാണ്. അടിമപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിക പൊതുസമൂഹം എന്ത് പറയുന്നു അത് ബാക്കി ഭൂരിപക്ഷ സമൂഹം അംഗീകരിച്ചു കൊള്ളണം എന്നുള്ള അലിഖിതമായ ഒരു പ്രഖ്യാപനവും നിയമത്തിന്റെ നടപ്പാക്കലുമാണ് ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഒ അബ്ദുള്ളമാരെ പോലുള്ളവർ, മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന 2 മഹാനടന്മാരെ മതത്തിന്റെ അളവുകോൽ കൊണ്ട് അളക്കരുത് എന്നാണ് അവരുടെയൊക്കെ ഒരു ആരാധകർ എന്ന രീതിയിൽ പലരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലുള്ള അങ്ങയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ്. താങ്ക് യു സർ.